നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 463. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 463. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 214 സർഗം മത്സ്യാവതാരം. അതിൽ 23ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഉപദേശക ശകലങ്ങളെ കൊണ്ട് പരിപൂർണമായിട്ടുള്ള ഭാഗങ്ങളാണിതിലൊക്കെ. കൈവിടായകെന്ന് ചൊല്ലിയിടെ നൃപേന്ദ്രൻ തൊഴുതോതിനാൻ മോഹിപ്പിക്കായക ഇനി നീയും ഈ വിധം തൃപ്പാദദാസനെ, അങ്ങയുടെ ഭക്തനായിരിക്കുന്ന എന്നെ മോഹവലയത്തിൽ കൊടുക്കരുതേ എന്ന് സത്യവ്രത രാജാവ് പറഞ്ഞു. ഇനി 24ാമത്തെ ശ്ലോകം നോക്കുക. 100 യോജന നാളൊന്നുകൊണ്ടു തന്നെ വളർന്നതായി. ഒരു ദിവസം കൊണ്ട് ഈ മത്സ്യം കൈക്കുമ്പിളിൽ നിന്ന് വളർന്നത് എങ്ങനെയാണ്? 100 യോജന. 100 യോജന നാളൊന്നുകൊണ്ടു തന്നെ വളർന്നതായി കണ്ടിട്ടും കേട്ടുമില്ല ഇത്രേ മഹത്താം ജലജീവിയെ. ഇതുപോലെ ഒരു ജലജീവിയെ പറ്റി ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. സാക്ഷാൽ നാരായണൻ മത്സ്യമൂർത്തിയായി അനുഗ്രഹം ലോകത്തിനേകാൻ എഴുന്നള്ളിയതായി ഓർത്തിടുന്നു ഞാൻ. അപ്പോൾ സത്യവ്രത രാജാവ് പറയാണ്, അങ്ങ് സാക്ഷാൽ നാരായണൻ മത്സ്യരൂപത്തെ സ്വീകരിച്ച് ലോകരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവതാരം എടുത്തിട്ടുള്ളതാണ്. നമസ്കാരം ദയാമൂർത്തേ. ഭഗവാൻ ആരാ? ദയാമൂർത്തേ. ഭഗവാൻ ദയാമൂർത്തിയായിട്ട് അവരവരുടെ ഹൃദയഗഹ്വരത്തിലിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ദയ മറ്റുള്ളവരിൽ കാണിച്ചിട്ടില്ലെങ്കിൽ അപകടമാണെന്ന് മനസ്സിലാക്കണം. അർഹിക്കുന്നവർക്ക് ദയ പകരണം. എന്താ ഈ അർഹിക്കുന്നവരെന്ന് പറഞ്ഞാൽ? നമ്മുടെ ദയയെ മിസ്യൂസ് ചെയ്യാത്തവരെന്ന് അർത്ഥം പറയും ചെയ്യാം. അപ്പം നമസ്കാരം ദയാമൂർത്തേ. ലോക സൃഷ്ട്യാദി സർവവും ചെയ്തും ജീവാത്മാക്കളെ കൊണ്ടുൾക്കാമ്പിങ്കൽ ഒളിഞ്ഞു നീ. ഓരോ ജീവന്മാരിലും ബ്രഹ്മസ്വരൂപമായിട്ട് അങ്ങ് ഒളിഞ്ഞിരിക്കണമെന്നാ. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരവരെ ഏത് അരമനയിലാണെങ്കിലും ഏത് ചെറ്റച്ചാളയിലാണെങ്കിലും അത് സ്വർഗമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം സ്വർഗത്തിൻ്റെ നിയന്താവ് അല്ലെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്ന, വൈകുണ്ഠത്തിൽ വസിക്കുന്ന ഭഗവാനാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കാൻ വലിയൊരു പങ്ക് ആചാര്യന്മാർക്കുണ്ട്, ഉണ്ടാവണം. അപ്പോൾ തക്കമാതിരി കർമ്മങ്ങൾ ചെയ്യിച്ചും വാഴ്കയാം വിഭോ. തക്കമാതിരി ഓരോരുത്തരുടെയും അഭിലാഷത്തിനനുസരിച്ചിട്ട് ചെയ്യിപ്പിക്കും. കാരണം എന്താ? നരകത്ത് പോകേണ്ടവർക്ക് നരകത്ത് പോവാം, സ്വർഗത്ത് പോകേണ്ടവർക്ക് സ്വർഗത്ത് പോവാം. മോക്ഷേശ്വക്കളാണെങ്കിൽ മോക്ഷം പ്രാപിക്കാം. എന്തിനാ ഈ മോക്ഷം പ്രാപിക്കണത്? 2 കാര്യമാണ്. ഗർഭവാസം സുഖമുള്ളതല്ല. പിന്നൊന്ന്, മരണസമയത്ത് പ്രാണൻ ശരീരത്തിൽ വിടുന്നൊരു വേദനയുണ്ട്. അത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം മരിച്ചതിൻ്റെ ശേഷം ആർക്കും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഉറക്കത്ത് പോയി എന്നൊക്കെ പറയും. പക്ഷെ ആ വ്യക്തി നമ്മളറിയാതെ കണ്ട് വേദനിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഗഹനത കൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല, വേണ്ട. പക്ഷേ പുനരഭിജനനം ഇല്ലാത്ത രീതിയിൽ
ആഗ്രഹാഭിലാഷങ്ങളെ തുടച്ചു നീക്കി ഭക്തിജ്ഞാന വൈരാഗ്യത്തു കൂടി ഈശ്വരാരാധന ചെയ്ത് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും നമുക്ക് ഈ ഗർഭവാസം സ്വീകരിക്കണം, വേദനകൾ അനുഭവിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, തക്കമാതിരി കർമ്മങ്ങൾ ചെയ്യച്ചുമ്പാഴ്കയാം വിഭോ, എന്നാലും ഞങ്ങൾക്ക് ഉൾപ്പൂവിൽ നീയൊന്നു വിലസിയിടണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. ലോകക്ഷേമത്തിനാം ഏതേതവതാരവുമെങ്കിലും ഈ രൂപമാർന്നതിൽ കാര്യം അറിവാൻ ആഗ്രഹിപ്പൂ ഞാൻ. അങ്ങ് എന്തിനാണ് മത്സ്യരൂപിയായിട്ടുള്ളത്? അങ്ങ് എങ്ങനെയാണ് ലോകർക്ക് അനുഗ്രഹം വർഷിക്കാൻ പോണത്? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തന്നാൽ തർക്കടില്ല. എന്നാൽ അതിനനുസരിച്ച് പെരുമാറാലോ. ചൊല്ലിനാൻ പ്രഭു നിന്നിഷ്ടം ചെയ്യാനും. തനിക്ക് ഇഷ്ടം ചെയ്യണം, പിന്നെ തന്നെ അനുഗ്രഹിക്കണം ഒന്ന്, പിന്നെ അത് ലോകർക്ക് ഉപകാരമാവും വേണം. ചൊല്ലിനാൻ പ്രഭു നിന്നിഷ്ടം ചെയ്യാനും പ്രളയാബ്ധിയിൽ വിഹരിപ്പാനുമാം. പ്രളയാബ്ധി, ഈ ഭൂമിയൊക്കെ പ്രളയത്തിൽ ആഴുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ നീ അതിനൊരു കാരണക്കാരനായിരിക്കണം. അതാണ് ചൊല്ലിനാൻ പ്രഭു നിന്നിഷ്ടം ചെയ്യാനും പ്രളയാബ്ധിയിൽ വിഹരിപ്പാനുമാം. മത്സ്യരൂപം കൈകൊണ്ടത് ഈ വിധം വരും 7-ാം ദിനം. ഇനി 7-ാം ദിവസം, ഇന്നൊക്കെ 7-ാം ദിവസം 3 ലോകവും പ്രളയാബ്ധിയിൽ മുങ്ങിപ്പോവും. ആകാശം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ വെള്ളവും ഭൂമി കാണില്ല. മുങ്ങിപ്പോം വലുതാം കപ്പലെത്തിക്കും നിൻ്റെ മുമ്പിൽ ഞാൻ. വലിയ ഒരു നൗക കപ്പൽ നിൻ്റെ മുമ്പിൽ ഞാൻ എത്തിക്കും. നീ എന്തു ചെയ്യണം? സംഭരിച്ച് അതിൽ നീ സർവ ഔഷധിയും സർവബീജവും. ഈ പ്രപഞ്ചത്തിന് ആവശ്യമുള്ള എല്ലാ ഔഷധികളും ബീജങ്ങളും വിത്തുകളും സ്വരൂപിച്ച് കയറ്റിടേണം. സപ്തർഷിമാരൊപ്പം കശ്യപാദ്യരും, കശ്യപ പ്രജാപതി മുതലായിട്ടുള്ള സപ്തർഷികളെയും അതിൽ നീ കയറ്റണം. എന്നിട്ടോ, ഉണ്ടാം സൂര്യപ്രകാശാദിയല്ലെന്നാലും ഭയം വരാം. അതായത് സൂര്യപ്രകാശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അകക്കണ്ണുകൊണ്ട് നിനക്ക് ഈ നൗകയിൽ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ സംരംഭങ്ങളും വെച്ച് സപ്തർഷികളെയും കൂട്ടി തനിക്ക് അതിൽ കയറാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഉണ്ടാം സൂര്യപ്രകാശാദി ഇല്ലെന്നാലും ഭയം വരാ. ഉണ്ടാവാണ്ടിരിക്കാം. മഹർഷിമാർ തൻ തേജസ്സാലെങ്ങും ആനന്ദമായി വരും. മഹർഷിമാരുടെ ഒപ്പമുള്ള ജീവിതം സത്സംഗം എന്നാണ് പറയുക. മഹർഷിമാരുടെ കൂടെ തനിക്ക് കുറച്ച് ദിവസം ജീവിക്കാൻ പറ്റും. മഹർഷിമാർ തൻ തേജസ്സാലെങ്ങും ആനന്ദമായി വരും. കൊടും കാറ്റിലകിടും, വലിയ കാറ്റുണ്ടാവും. കപ്പലൻ കൊമ്പിൽ നീയുടൻ കെട്ടിയിടണം. ഈ മത്സ്യാകൃതി പൂണ്ട 100 യോജന നീളമുള്ള ഈ കൂറ്റൻ ഭീമാകാരമായിട്ടുള്ള മത്സ്യത്തിൻ്റെ കൊമ്പുണ്ട്. അതിൽ നീ എന്ത് ചെയ്യണം? ഈ നൗകയെ കെട്ടിയിടണം. കൊടുങ്കാറ്റിളകിടും കപ്പലൻ കൊമ്പിൽ നീയുടൻ കെട്ടിയിടണം. വാസുകയാലുണ്ടാം മതങ്ങ് ഞാൻ വരും. വാസുകിയാകുന്ന കയറുകൊണ്ട് വേണം നീ എൻ്റെ കൊമ്പിൽ കെട്ടാൻ, അല്ലാത്തതൊന്നും നിൽക്കില്ല. ഇതൊന്ന് വിഭാവനം ചെയ്യൂ. തൽക്കാലം സത്യവ്രതനാണ് നമ്മളെന്ന് വിഭാവനം ചെയ്യുക. ഭഗവാൻ ചതുർബാഹുവായിട്ട് നമ്മൾക്ക് അനുഗ്രഹം തരിക, എന്നിട്ട് മത്സ്യരൂപത്തിൽ വരിക, എന്നിട്ട് നമ്മളോട് ആദേശം ചെയ്യുക, നമ്മളതേപോലെ ചെയ്യുക. എന്താ വിഷമമൊന്നുമില്ല. വാക്കുകളെ കൊണ്ട് പന്താടിയ വ്യാസർക്ക് നമോഭാഗം, നമസ്കാരം. അതിനെ നമ്മളൊന്ന് ഇനാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ പറഞ്ഞു, ഞാൻ വരും, നിന്നെ ഞാൻ ഋഷിമാരൊപ്പം ഇഷ്ടം പോലങ്ങുവാം. എങ്ങും മാഴിയിൽ വലിച്ചു സഞ്ചരിച്ചിടും പ്രളയം കഴിയും വരെ. അതായത് നീ കുട്ടനാട്ടിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഹൗസ് ബോട്ടൊന്നും വേണ്ട. അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വലുതാണ്. ഈ 7 സമുദ്രത്തിലെ വെള്ളം ഏതാണെന്ന് നമുക്കറിയില്ല. സർവത്ര ജലമായിരിക്കും.
അപ്പോൾ ഈ വെള്ളം ഈ ഈ പിന്നെ പ്രളയം നിൽക്കുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് ആനന്ദത്തെ തെരുമാറ് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നടക്കും ഞാൻ. ഇപ്പോൾ ചിലവരുണ്ടല്ലോ, വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ബോംബെന്ന് എന്താ പറയുക ലക്ഷദ്വീപിലേക്ക് യാത്ര, 5 ദിവസം 6 നൈറ്റ്, $35,000. ആലോചിച്ച് നോക്കണം. $35,000 എന്ന് പറഞ്ഞാൽ എത്ര റുപ്യ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. സത്യവ്രതൻ എന്താ ഉള്ളത്? അടങ്ങാത്ത ഭക്തി. ലോകം മുഴുവൻ കാണിക്കാൻ തയ്യാറായിട്ടാണ് ഭഗവാൻ, അതും സപ്തർഷികളുടെ കൂടെ. അപ്പോൾ നിന്നെ ഞാൻ ഋഷിമാരൊപ്പം ഇഷ്ടം പോലെങ്ങും മാഴിയിൽ വലിച്ചു സഞ്ചരിച്ചിടും പ്രളയം കഴിയും വരെ ബ്രഹ്മശബ്ദാർത്ഥം അപ്പോൾ നീ ചോദിക്കിൽ വിവരിച്ചിടാം. ബ്രഹ്മശബ്ദാർത്ഥം, ബ്രഹ്മം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം അപ്പോൾ നീ ചോദിക്കിൽ. കപ്പലിൽ നീ ഇങ്ങനെ സുഖമായിട്ടിരിക്കല്ലേ, ആ ഋഷിമാരും കേട്ടോട്ടെ, ഞാൻ പറഞ്ഞു തരാം എന്നാണ്. ബ്രഹ്മശബ്ദാർത്ഥം അപ്പോൾ നീ ചോദിക്കിൽ വിവരിച്ചിടാം. അജ്ഞേയമെങ്കിലും ഭക്തി ശ്രദ്ധയാൽ വെളിവായി വരും. അജ്ഞേയൻ, അറിവില്ലാത്തവനാണെങ്കിലും ഇതുവരെ നീ അത് മനസ്സിലാക്കിയിട്ടില്ല. ഭക്തി ശ്രദ്ധയാൽ വെളിവായി വരും. ഭക്തി വേണം, ശ്രദ്ധ വേണം. ഇതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. എന്നിട്ട് പറയണു, വിഷയഗ്രഹണത്തിന് മനോബുദ്ധ്യാദിമാതിരി. വിഷയഗ്രഹണം, രസാനുഭൂതി അല്ലേ? ഒരു വസ്തു കഴിക്കുന്നതാണോ മധുരിക്കണതോ എന്ന് എങ്ങനെ അറിയണം? തൊട്ട് നോക്കി അറിയില്ല, നാവിൽ വെച്ച് നോക്കണം. അതുകൊണ്ടാണ് വിഷയഗ്രഹണത്തിന് മനോബുദ്ധ്യാദി, മനസ്സും ബുദ്ധിയും വേണം. മാതിരി ബ്രഹ്മപ്രാപ്തിക്കെഴും കൽപ്പം ഞാൻ അലിഞ്ഞരുളുന്നതാം. അപ്പോൾ ഇപ്പം ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടാണല്ലോ നമ്മൾ വ്യവഹാരം നടത്തുന്നത്. പക്ഷെ അതുകൊണ്ട് സംസർഗമോ അല്ലെങ്കിൽ ഈശ്വരാരാധനയോ ചെയ്യാൻ പറ്റില്ല. കയ്യോ കാലൊക്കെ വേണം. എങ്കിലും കൂടി ശ്രദ്ധവാൻ ലഭതേ കാര്യം, മനസ്സ് ബുദ്ധി കളങ്കമില്ലാത്തതായിരിക്കണം. ഞാൻ അലിഞ്ഞരുളുന്നതാം, ഞാൻ നിനക്ക് നിന്നിൽ ദയാവർഷം ചൊരിഞ്ഞും കൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതാണ്. അല്ലാണ്ട് നീയെ തലകുത്തി നിന്നത് കൊണ്ട് ജ്ഞാനം നിനക്ക് കിട്ടാൻ പോണില്ല. അതുകൊണ്ടൊരു യജ്ഞവേദിയിലിരിക്കുന്ന ആചാര്യനെ കുമ്പിട്ടത് കൊണ്ടോ വിലപ്പെട്ട ഷാള് കൊടുത്തത് കൊണ്ടോ ആയില്ല. ആ ഓരോ സാധകനും മനസ്സിനെ പരിപാകപ്പെടുത്തി നിർമ്മലാവസ്ഥയെ പ്രാപിച്ചാൽ മാത്രമേ തന്നിൽ വിളങ്ങുന്ന ചൈതന്യത്തിൻ്റെ പ്രതിഭാസം കണ്ട് ആനന്ദിക്കാൻ പറ്റൂ. അപ്പോൾ ഭഗവാൻ ഇത്രയും ചൊല്ലി മറഞ്ഞാനവിടം ക്ഷണം, ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ അപ്രത്യക്ഷമായി. 7-ാം നാൾ അവതും കാത്തുവാണാൻ അത്യന്ത ഭാഗ്യവാൻ. ഈ ഭൂലോകത്തിൽ ഇത്ര വലിയൊരു ഭാഗ്യമുള്ള ഒരാൾ വേറെ ഇല്ല. ഭഗവാനോട് സംവദിക്കുക, ഭഗവാൻ ആദേശിക്കുക, അതുപോലെ ആ ദിവ്യ മുഹൂർത്തത്തിന് കാത്തിരിക്കുക. കിഴക്കുതലായി വെച്ച ദർഭയെങ്കിലിരുന്നുടൻ. അതാ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ 7 ദിവസം അദ്ദേഹം ടൈം പാസ് ചെയ്തത്? ദർഭപ്പുല്ല് കിഴക്കോട്ട് അഗ്രമായി വെച്ചൊരു പീഠം ഉണ്ടാക്കി, അതിലിരുന്നു. എന്നിട്ട് നാരായണ നാരായണൻ ജപിക്കാൻ തുടങ്ങി. കിഴക്കുതലയായി വെച്ച ദർഭയെങ്കിലിരുന്നുടൻ ധ്യാനിച്ചാൻ മത്സ്യമായി വന്ന ഭഗവാന്റെ പാദാംബുജം. മഹാമേഘങ്ങൾ വർഷിച്ചു സമുദ്രം കരയൊക്കെയും കവിഞ്ഞു കാൺകവേ കൽപ്പിച്ചുള്ളതാം കപ്പൽ വന്നു. ഭഗവാൻ ഓർഡർ ചെയ്ത കൂട്ടത്തിലെ കപ്പൽ വന്നു. അതിൽ സർവ ഔഷധികളും ബീജങ്ങളും ഏറ്റി മഹീഷൻ രാജാവ്, മഹീഷൻ ഇവിടുത്തെ ഈശൻ, മഹീശ്വരൻ വിപ്രശ്യമാരോടും കയറിയിരുന്നാൻ തൊഴുകയ്യുമായി. കാരണം ഇതാരാ നിയന്ത്രിക്കണത്? ഭഗവാനാണ് നമ്മുടെ ഈ പിന്നെ നൗകേനെ നയിക്കണത്. കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഇരിക്കണത്. അത് നമ്മൾ മറക്കരുത് എപ്പോഴും. അപ്പോൾ വിപ്രശ്യമാരോടും കയറിയിരുന്നാൻ തൊഴുകയുമായി സന്തുഷ്ടരായ മുനിമാർക്ക് ഫ്രീ ടിക്കറ്റാണ്. ഭഗവാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സപ്തർഷികളെ കയറ്റണമെന്ന്.
പറഞ്ഞുവോ? ഞങ്ങളെല്ലാവരും വേണമെന്ന് പറഞ്ഞുവോ? ഇത് നമ്മൾ കേട്ടിട്ടുണ്ടേ. ഈ സത്യവ്രതനോട് പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ആകാംക്ഷ നമുക്കറിയാം. പക്ഷെ നമ്മളൊപ്പം ഉണ്ടെന്നുള്ളത് ഭക്തിയുടെ മാധ്യമത്തിൽ കൂടെ നമ്മൾ എടുക്കുന്നൊരു സ്വാതന്ത്ര്യമാണ്. ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈ കഥാതന്തുക്കളിൽ കൂടി നമ്മൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുകടാക്ഷം പരിപൂർണം, ഈശ്വരാധീനം പരിപൂർണ്ണമായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് അനുഭൂതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. മഹർഷിമാർ ലജ്ജാമുഖന്മാരായി ഈ സത്യവ്രതനോട് ചോദിക്കുകയും സത്യവ്രതൻ പറയണു 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ ഒപ്പം നിങ്ങളതിനൊക്കെ കയറ്റിയിട്ട് വേണം അവസാനം താൻ കയറാവൂ. അതിൻ്റെ മുമ്പ് തന്നെ ഔഷധികളും ബീജങ്ങളൊക്കെ കയറ്റി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുക. അത് നമ്മൾ കാണുക 3 ഡയമെൻഷനിലോ 5 ഡയമെൻഷനിലോ എത്ര വേണമെങ്കിലും അത്ര. അപ്പോൾ സന്തുഷ്ടരായ മുനിമാർന്നോടോതിനാൻ ഇങ്ങനെ ധ്യാനിക്കൂ ഭഗവാൻ നമ്മെ രക്ഷിക്കും അതുമാതിരി. അതാണ് ഏറ്റവും വലിയ, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ധ്യാനിക്കൂ ഭഗവാൻ നമ്മെ രക്ഷിക്കും അതുമാതിരി. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതേ ഭഗവാൻ തരൂ. അപ്പം നമ്മൾ ലൗകികമായിട്ടൊന്നും ആഗ്രഹിക്കാതെ കണ്ട് ഈശ്വരീയമായ രീതിയിൽ ക്രമമുക്തി, ധർമ്മ അർത്ഥ കാമ മോക്ഷം ആഗ്രഹിക്കണം. അപ്പം മോക്ഷം കിട്ടും. അല്ല, നമ്മൾക്ക് ഗുരുവായൂരമ്പലത്തിൽ ഒരു വീടിൻ്റെ പ്രതിമ ഉണ്ടാവും. ആ വീടിൻ്റെ പ്രതിമ അങ്ങനെ 3 പ്രാവശ്യം ഒഴിഞ്ഞു, അത് വെച്ചു, ഒരു 10 ഉറുപ്പ്യ വീടുണ്ടാവും, 10 ഉറുപ്പ്യയുടെ വീടുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അധ്വാനിക്കണം. അധ്വാനിക്കാണ്ട് സമ്പത്ത് വരില്ല, സമ്പത്തില്ലാണ്ട് വീട് വയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മളെന്താ മുട്ടുവേദന മാറാനാണോ ഗുരുവായൂർ പോണത്? അങ്ങനെയുണ്ട്. ഞാൻ ഗുരുവായൂർ പോയിട്ടൊരു മുട്ടുംകാല് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് വരാം. ആഹാ, അതെന്തിനാത്? തൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ അറിയൂ, ധ്യാനിക്കൂ. അപ്പോൾ ധ്യാനിക്കൂ ഭഗവാൻ നമ്മെ രക്ഷിക്കും അതുമാതിരി ചെയ്തിടവെത്താൻ പ്രത്യക്ഷപ്പെട്ടൻ അങ്ങേകശൃംഗനായി ഏകശൃംഗനായി. ഏകശൃംഗൻ ഒറ്റക്കൊമ്പുള്ള മകരമത്സ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചെയ്തിടവെത്താൻ ഭഗവാനെ ധ്യാനിക്കാൻ ഋഷീശ്വരന്മാർ പറഞ്ഞു. ഇദ്ദേഹം കൈക്കൂപ്പി പിന്നെ എന്താ പറയുക, ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ചെയ്തിടവെത്താൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാൻ അങ്ങ് ഏകശൃംഗനായി 1,00,000 യോജന പോന്നിടും ഒരു പൊന്മത്സ്യമങ്ങിന്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരു 100 യോജന വലുപ്പമുള്ളൊരു മത്സ്യാകൃതി. ഇപ്പോൾ വന്നപ്പോഴോ 1,00,000 യോജന പോന്നിടും ഒരു പൊന്മത്സ്യമങ്ങനെ. എല്ലാം സ്വർണ്ണമയാണ്. അപ്പോൾ അടുത്ത ശ്ലോകം എന്താ പറഞ്ഞത്? കൽപ്പിച്ച പോൽ വാസുകിയെ കയറാക്കി നൃപോത്തമൻ. അപ്പോഴേക്കും വാസുകി എത്തി. അല്ല രാജാവേ, ഇത് എന്നെ ഒന്ന് പിന്നെ എന്താണെന്ന് പറയുക, ഈ കപ്പലും ഭഗവാനായിരിക്കുന്ന ഏകശൃംഗൻ അല്ലേ, ഒറ്റക്കൊമ്പനായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ കൊമ്പലൊന്ന് കെട്ടിയിട്ടേ നല്ല മുറുക്കി കൊട്ടിക്കോളൂ കേട്ടോ. ഭഗവാൻ വളരെ സ്പീഡിലാകുമ്പം പോവുക. അപ്പോൾ കെട്ടഴിയരുത്. ഇതാരാ പറഞ്ഞത്? വാസുകി പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വാസുകി പറഞ്ഞില്ല എന്നുള്ളതല്ല, നമ്മൾ കേട്ടു അല്ലേ. അവിടെയാണ് ചാതുര്യം. അപ്പോൾ പറയാണ്, കൽപ്പിച്ച പോൽ വാസുകിയെ കയറാക്കി നൃപോത്തമൻ മീൻ കൊമ്പിൽ കെട്ടി ഈ വണ്ണം സ്തുതിച്ചാൻ വിശ്വനാഥനെ. വിശ്വത്തിൻ്റെ നാഥനായിരിക്കുന്ന വിരാട് പുരുഷനെ 2 കൈയും തലയ്ക്ക് മേലെ അഞ്ജലീബന്ധം ചെയ്ത് അത്യുഗ്ര ശേഷിയിൽ സ്പഷ്ടമായിട്ട് പിന്നെ സ്തുതിക്കാൻ തുടങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് സ്തുതിയാണ്. എത്രയാണെന്ന് എനിക്കറിയില്ല. അതായത് 45 മുതൽക്ക് തുടങ്ങിയാൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 68 വരെ. മൊത്തം അത് 68 ശ്ലോകമാണ് ഉള്ളത്. 68 വരെ, 68, 45, 55, 65, 23, 24 ശ്ലോകം അതിഗഹനമായിട്ടുള്ളത്. ശ്രദ്ധിക്കുക.
അനാദിമായയാൽ ആത്മാസ്വരൂപത്തെ മറന്നവൻ. അനാദി മായയാൽ ഭഗവാൻ എന്നുണ്ട്, അന്ന് മായയുണ്ട് ഇല്ലേ? അപ്പോൾ അനാദിമായയാൽ ആത്മസ്വരൂപത്തെ മറന്നവൻ സംസാരത്തിൽ അലഞ്ഞിടെ ആർത്തൻ തൃപ്പാദ പങ്കജം ഭാഗ്യത്താലൊന്നോർത്തുപോകിൽ അലിഞ്ഞവനെ മേൽക്കുമേൽ ഉയർത്തി രക്ഷിച്ചിടും മാ വിശ്വേക ഗുരുവാം ഭവാൻ. ഭഗവാൻ ആരാന്നാ പറഞ്ഞത്? ഒരു സമയവും ക്ലിപ്തതയില്ലാതെ കൊണ്ട് ലൗകികത മാത്രം നനച്ചിരിക്കുന്നവരാണെങ്കിൽ കൂടി ഒരു നിമിഷം ആപൽബാന്ധവനായിരിക്കുന്ന ഭഗവാനെ സ്മരിച്ചാൽ അന്ന് മുതൽക്ക് നമ്മളെ കൈവിടില്ല എന്നാണ് അവിടെ പറഞ്ഞത്. അത് അനുഭവം വരണം. എന്താ പറഞ്ഞത്? അനാദിമായയാൽ ആത്മസ്വരൂപത്തെ മറന്ന്. നമ്മളൊക്കെ ആത്മസ്വരൂപത്തെ മറക്കണത് എന്തുകൊണ്ടാ? മായയാൽ ആവൃതമാവുക കാരണം. അപ്പോൾ മായാഭഗവതിയോട് അമ്മേ മഹാമായേ ജഗദംബികെ രാജരാജേശ്വരി എന്നെ അനുഗ്രഹിക്കണേ, മായയാൽ എന്നെ വലയ്ക്കരുതേ, മായാധിപനായിരിക്കുന്ന ഭഗവാനിൽ എനിക്ക് അനുരാഗം ഉണ്ടാവണേ. ലൗകികമായ കാര്യത്തിൽ എനിക്ക് അനുരാഗം വേണ്ടേ വേണ്ട എന്ന് പറയാനുള്ള കെൽപ്പുണ്ടാവണം. അതുകൊണ്ടാണ് പറഞ്ഞത് സംസാരത്തിൽ അലഞ്ഞിടെ ആർത്തൻ തൃപ്പാദ പങ്കജം ഭാഗ്യത്താലൊന്നു ഓർത്തുപോകിൽ. ഇവിടെ ഇപ്പോൾ നമ്മൾ ദിവസേന ഒരു 40 മിനിറ്റ് ഭഗവാന്റെ പാതാരബന്ധങ്ങളെ ഓർത്തുകൊണ്ടാണ് സംസാരിക്കണത്. അതിൻ്റെ ഗുണം കിട്ടാതെ കണ്ടിരിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഭാഗ്യത്താലൊന്നോർത്തുപോകിൽ അലിഞ്ഞവനെ മേൽക്കുമേൽ ഉയർത്തി. അവ സത്യമാണ്. എത്രത്തോളം ഉയർത്തി ചോദിക്കാൻ പറ്റില്ല, അത് അനുഭവിക്കാനും പറ്റില്ല. താഴെ നോക്കിയാൽ ഭയാനകമായിട്ട് തോന്നും നമ്മൾക്ക്. ഓരോ ദിവസം കഴിഞ്ഞ് നമ്മളെത്തുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ടാണ് അനവരതം ഭഗവാനെ സ്തുതിക്കണം, നന്ദി വാക്കുകൾ പറയണം. കൃപാസിന്ധോ, ഞാൻ ധന്യനാണ്, ധന്യോസ്മി, ഞാൻ ധന്യനാണ്, അങ്ങക്ക് അനന്തകോടി നമസ്കാരം പറയാ ചെയ്യുക. ഒന്ന് ചെയ്യോ, മുട്ടുവേദനിച്ചാലും ഒന്ന് കുമ്പിട്ട് ഭൂമിയെ തൊട്ട് തലന്ന് മുട്ടിക്കുക, അനന്തകോടി നമസ്കാരം എന്ന് പറയാം. അപ്പോൾ 99,99,099 ബാക്കിയുണ്ട്. എങ്കിലും കൂടി ഭഗവാൻ ഒന്നായിരിക്കുന്ന ഭഗവാൻ, ഏകനായിരിക്കുന്ന ഭഗവാൻ അല്ലേ, അങ്ങനെയല്ലേ പറയാ, നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ ഒപ്പം ആ പൂജ്യങ്ങളൊക്കെ തന്നെ വന്നോളും. അപ്പോൾ പറഞ്ഞു നാഥ അപ്പോൾ വിശ്വൈക ഗുരുവാംഭവന്ന, വിശ്വൈക ഗുരു ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ അണ്ടനെയും കണ്ടനെയും ഗുരു ആക്കേണ്ട ആവശ്യമില്ല. അതായത് ശേഷി പറഞ്ഞിട്ടുണ്ട്. എന്താ ശേഷി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി അല്ലേ? അത് ആ വിശ്വനാഥനും അല്ലെങ്കിൽ വിശ്വൈക ഗുരുവും ആയിരിക്കുന്ന ഭഗവാനാണ് ബാലാഗ്രശതവാഗസ വിസ്തരസ ഏകോ ജീവനായിട്ട് എൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ആ ഒരു ധാരണമാണ് നമ്മൾക്ക്. എല്ലാവരും വിശ്വൈക ഗുരുവായിരിക്കുന്ന നാഥൻ ഉള്ളിലുള്ളവരാണ് എന്നുള്ളത് മറക്കാനും പാടില്ല. അവ പരസ്പരം ബഹുമാനിക്കാം. ഇനി അങ്ങോട്ട് ബഹുമാനിച്ചു ഇങ്ങോട്ട് ബഹുമാനിച്ചില്ല വിചാരിക്കുക, വേണ്ട. നമ്മൾക്ക് ആ ഇങ്ങോട്ട് ബഹുമാനം തരാത്ത വ്യക്തിയുടെ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യത്തിനെ നമുക്ക് ബഹുമാനിച്ചൂടെ? അതിനൊരു എക്സ്ട്രാ കരിക്കുലർ അത് വേണം, ഏത് അറിവ്. അപ്പം എന്താ പറഞ്ഞത്? നാഥ നിന്നെ മറന്നെന്നും ശബ്ദാദി വിഷയങ്ങളാം സുഖകാരണം എന്നോർത്തു പലതും ചെയ്തു മാഴുകുവോർ. ഭഗവാനെ മറന്നുകൊണ്ട് നൈമിഷികമായ സുഖം ശാശ്വതമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ശബ്ദാദി വിഷയങ്ങളാം സുഖകാരണം എന്നോർത്ത് പലതും ചെയ്തു മാർഗവോർ വീണ്ടും സത്യസ്വരൂപത്തിൽ തിരിച്ചെത്തുവതേതിനാൽ. എങ്ങനെയാണ് അവരെ തിരിച്ചെത്തുക? അല്ലെങ്കിൽ മോശമല്ലേ, തിരിച്ചെത്തിയില്ലെങ്കിൽ മോശമല്ലേ?
തിരിച്ചെത്തുവതേതിനാൽ ആ നിൻ പദാംബുജ പ്രേമം ഞങ്ങൾ കേകിടണം ഗുരു. ഞങ്ങൾക്ക് ഇനി അന്യവസ്തുവിൽ പ്രേമം ഉണ്ടാവരുത്. അതേ അങ്ങനെയുള്ള ഒരു 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 ഫെവിക്കോള് അങ്ങയുടെ പാതാരബന്ധത്തിൽ സദാസമയത്തും ഒട്ടിക്കൊണ്ടിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ, അതിനാണ് ഭക്തി ശ്രദ്ധ, ഭക്തിജ്ഞാന വൈരാഗ്യം എന്ന് പറയുന്നൊരു മിക്സറുണ്ട്. ആ ഭക്തിജ്ഞാന വൈരാഗ്യമാവുന്ന മിക്സറ് നമ്മുടെ കയ്യിൽ പുരട്ടിയിട്ട് ഭഗവാന്റെ കാലുമ്പിലായിട്ട് പിടിക്കുക. പിന്നെ അത് വിടില്ല. അത് ഫെവിക്കോളിനേക്കാളും വലുതാ. കെക്ക് വിക്ക് എന്തൊക്കെ പറയും ഇല്ലേ? 10 റുപ്യയ്ക്കും 15 റുപ്യയ്ക്ക് കിട്ടും ട്യൂബ്. അപ്പം ഇവിടെ നാഥ നിന്നെ മറന്നെന്നും ശബ്ദാദി വിഷയങ്ങളാം സുഖകാരണം എന്നോർത്തു പലതും ചെയ്തു മാർഗുപോൻ വീണ്ടും സത്യസ്വരൂപത്തിൽ തിരിച്ചെത്തുവതേതിനാൽ ആ നിൻ പാദാംബുജ പ്രേമം ഞങ്ങൾ കേകിടണം ഗുരു. ആ ഫെവിക്കോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഭക്തിജ്ഞാന വൈരാഗ്യമാകുന്നത് ഫ്ലിപ്കാർട്ടിലാണോ ആമസോണിലാണോ എന്ന് എനിക്കറിയില്ല, സംഗതി ഉണ്ട്. അതുകൊണ്ടാണ് ആ നിൻ പാദപ്രേമം, ആ പാദാംബുജ പ്രേമം ഞങ്ങൾ കേകിടണം ഗുരു. സ്വർണം തീയിൽ പഴുപ്പിച്ചു വിളങ്ങിച്ചിട്ടും മാമിതം ഭക്തി ദീപ്തി വാക്കയാകിൽ മനസ്സിൽ ദിവ്യ സൗഭകം കാണാ. മനസ്സിൽ ദിവ്യ സൗഭകം കാണണമെന്നുണ്ടെങ്കിൽ സ്വർണം തീയിൽ പഴുപ്പിച്ചു വിളങ്ങിച്ചിടും മാവിധം ഭക്തി ദീപ്തമാക്കായിൽ ഭക്തിയെ ഉരുക്കണം. ഭക്തിയെ ഉരുക്കി എണ്ണധാര പോലെ ഭഗവത് പാദാരവിന്ദത്തിൽ സദാസമയത്തും നമ്രശിരസ്സന്മാരായിട്ടിരിക്കണം. നമ്രശിരസ്സന്മാരായിട്ട് ഇരുന്നാൽ തലയ്ക്ക് ഒരു എക്സസൈസ് കിട്ടും. ആ തലയുടെ ഉള്ളിലുള്ള ബ്രെയിൻ പറയും, ഓക്കെ നൗ ഐ ആം റെഡി ടു ആക്സെപ്റ്റ് ദി ട്രൂത്ത് എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തഥാതൻ എന്ന് പറയുന്ന ഋഷി നമ്മുടെ ഉച്ചിയിലുണ്ട് എന്നാണ് സങ്കല്പം. പിന്നെ ഋഷി പറയും തഥാസ്തു തഥാസ്തു. എന്താ തഥാസ്തു? എനിക്ക് ഈശ്വരഭക്തി വേണേ, എനിക്ക് ഈശ്വരഭക്തി വേണേ എന്ന് പറഞ്ഞാൽ തഥാസ്തു എന്ന് പറഞ്ഞാൽ ആ ഈശ്വരഭക്തി ഉണ്ടാവും. അപ്പോൾ കൽമഷം വെച്ച് നമ്മൾ ഒരാളെ ശപിച്ചും കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശാപം നമ്മൾക്കാണ് കിട്ടുക, അയാൾക്ക് കിട്ടില്ല. ഈ ഒരു ടെക്നിക്കാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഈ ടെക്നിക്കാലിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതായിരിക്കണം യജ്ഞവേദിയിൽ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്വർണം തീയിൽ പഴുപ്പിച്ചു വിളങ്ങിച്ചിടും ആവിധം ഭക്തി ദീപ്തമാക്കായിൽ മനസ്സിൽ ദിവ്യ സൗഭകം കാണാം. എന്നിട്ടോ രാഗാതിമലിനമാകയാൽ അംബുജേക്ഷണ, ഹേ അംബുജേക്ഷണ താമരതള നയന, രാഗാതിമലിനമാകയാൽ മനസ്സ് രാഗാതിമലിനം, ആവശ്യമില്ലാത്ത അനുരാഗങ്ങൾ ഉണ്ടായാൽ മനസ്സ് കളങ്കാവും. അതാണ് പ്രശ്നം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിൻ പാദഭക്തിയൊന്ന് അത്യുജ്വലമാക്കണം ഞങ്ങളിൽ. ഞങ്ങൾക്ക് അങ്ങയോടുള്ള തിരുപാദപത്മത്തിലുള്ള ഭക്തി ഒന്ന് ടെൻഷനാക്കണം. അതായത് ഏത് ഉരുക്കിനെയും രാവി കളയാനുള്ള ഒരു അരമാക്കി മാറ്റണം. ഭക്തിജ്ഞാന വൈരാഗ്യം എന്നൊരു അരായി മാറണം ഞങ്ങൾ. ലൗകികമായി മനസ്സിനെ ബന്ധിക്കുന്ന ലൗകികതയെ നഖശിഖാന്തം എതിർത്ത് തരിപ്പണാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. എന്തിനും മതിയാം മറ്റു ദേവന്മാരും പിതൃക്കളും. അങ്ങേ പോലെയല്ല, അങ്ങ് യു ആർ ദി ഗ്രേറ്റസ്റ്റ്, അങ്ങേക്കാൾ വലുതായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തിനും മതിയാം മറ്റു ദേവന്മാരും പിതൃക്കളും ക്ഷണം കനിയും മാമട്ടാം എത്രയോ ഗുരുഭൂതരും. അങ്ങോട്ട് വരൂ, ഞാൻ തൻ്റെ ഗുരുവാണെന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യാം, അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ നമ്മുടെ ഇഗോ ഒക്കെ ഇല്ലാതെ കണ്ടാക്കി, സമ്പത്തില്ലാതെ കണ്ടാക്കി, ഇഷ്ടജനങ്ങളിൽ നിന്ന് മാറ്റി
5 കള്ളിയിലും മുട്ടിയിട്ട് നാരായണ നാരായണ എന്ന് വിളിക്കുമ്പോൾ മാത്രമേ വിളി കേൾക്കുള്ളൂ അദ്ദേഹം. അത് ഈ മഹാവിഷ്ണുവിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ വിചാരിക്കും ഓടി വാ കണ്ണ ചാടി വാ കണ്ണ എന്നൊക്കെ പറഞ്ഞാൽ വരും. അങ്ങനെയൊന്നും വരില്ല. നിർമ്മലമായ മനസ്ഥിതിയോട് കൂടിയിട്ടിരിക്കുന്നവരുടെ ഹൃദയപത്മത്തിൽ മാത്രമേ ആ ദിവ്യാനുഭൂതി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ നിൻ പ്രസാദ ലക്ഷാംശം മേകാനും അസമർത്ഥരാം. അപ്പോൾ എത്രയോ ഗുരുഭൂതരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ നിൻ പ്രസാദ ലക്ഷാംശം, നിൻ്റെ പ്രസാദത്തിൻ്റെ ലക്ഷം അംശം, ലക്ഷത്തിൽ ഒരംശമാണ് അവരൊക്കെ എന്നാണ് പറഞ്ഞത്. ഇനി വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. എല്ലാ പിതൃക്കളും അതാത് ദേവന്മാരും എക്സെപ്റ്റ് വിഷ്ണു, ഭഗവാൻ ഈ നിൻ വിഷ്ണുവിൻ്റെ പ്രസാദ ലക്ഷാംശമേകാനും അസമർത്ഥരാം, ലക്ഷത്തിൽ ഒരംശം തരാൻ അസമർത്ഥന്മാരാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സപ്താഹവേദിയിലെ മുരുകനെയും അയ്യപ്പനെയും ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മോശം ഉണ്ടായിട്ടല്ല. നിങ്ങളങ്ങനെ ഞാൻ പട്ടാമ്പി എന്തിനാ അവരേനെ ഇടിച്ചു താഴ്ത്തിയതെന്ന് ചോദിക്കണ്ട. ഞാൻ ഇടിച്ചു താഴ്ത്തല്ല. ഞാൻ പറയുന്നതിനൊരു മാനദണ്ഡം എനിക്കുണ്ട്. അത് വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ നിൻ പ്രസാദ ലക്ഷാംശം ഏകാനും അസമർത്ഥരാം, നീ ഒഴിക്കുകിൽ ഈ ഞങ്ങൾക്കെങ്ങും മറ്റുള്ളൊരാശ്രയം. അങ്ങ് ഞങ്ങളെ ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് വേറെ ഒരു രക്ഷയുമില്ല എന്നാണ് പറഞ്ഞ് അവിടെ നിർത്തി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയിരിക്കുന്ന ആ ഭഗവാന്റെ എല്ലാ പിതൃക്കളും ഈശ്വരനിൽ നിന്നും മേലെ എല്ലാവരും കൂടിയാൽ ഭഗവാൻ ശ്രീവിഷ്ണുവിൻ്റെ, മഹാവിഷ്ണുവിൻ്റെ ലക്ഷത്തിൽ ഒരംശം കൂടി ആവില്ല എന്ന് പറയുന്നവരെ നമസ്കരിച്ചുകൊണ്ട് എല്ലാം തികയുന്ന മഹാവിഷ്ണുവിലാണ് എൻ്റെ ഭക്തി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്കെല്ലാവർക്കും സദാസമയത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.